തെറ്റുകാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. പക്ഷേ അന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഭയങ്കര ടെൻഷനായിരുന്നു. ഉച്ചയ്ക്ക് CCTV വന്നതോടുകൂടിയാണ് ഞാൻ തെറ്റുകാരനല്ലെന്ന് മനസ്സിലായി. പിന്നെ കേസ് നടക്കണമല്ലോ, എന്നാലേ പാവം കുട്ടികൾക്കും ഇത് കിട്ടത്തുള്ളൂ, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ. പിന്നീട് ബന്ധപ്പെടുക അങ്ങോട്ട് സംസാരിച്ച അവർക്ക് ഒന്നുമില്ല, ഒരാളിനൊരു ഫ്രാക്ചറുള്ളൂ. അത് തന്നെ വലിയ ഭാഗ്യം. അവർക്ക് എന്തെങ്കിലും മാരകമായിട്ട് അപകടമോ അല്ലെങ്കിൽ എനിക്ക് ബമ്പറിലാണ് ഇടിച്ചത്, പക്ഷേ ഡോറിലാണ് ഇടിച്ചതെങ്കിൽ എൻ്റെയും കാര്യം കുഴപ്പത്തിലായേനെ. പക്ഷേ എന്നാലും ആ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു. അത്രയേ ഉള്ളൂ സംഭവം. എന്തായാലും വലിയ സന്തോഷം ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്, അല്ലേ? അല്ലെങ്കിൽ ഇതൊരു കേസും കാര്യങ്ങളായിട്ട് ഇനിയും നിന്ന് പോയേനെ. ഇന്നിപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഒരു മോശം സമയത്തൂടെ കടന്നു പോയിരുന്നു. ആ സമയം അത് അസുഖം. അന്ന് ആ സമയത്ത് എനിക്ക് ചിക്കൻ കുനിയുണ്ട്, കൈ കാലൊക്കെ മുക്കാനൊക്കെ പറ്റിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എല്ലാം മാറി, ജീവിത സമയമൊക്കെ മാറി. ഇപ്പം ഞാൻ ഇവിടെ കണ്ണൂർ വന്ന് ഇറങ്ങിയിരിക്കുന്നതിന് ഇവിടെ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിൽ തൊഴാനാണ്. നാളെ ബർത്ത്ഡേയും കൂടെയാണ്, അപ്പോൾ ഒന്ന് തൊഴാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വന്നിരിക്കുന്നത് തന്നെ. എന്തായാലും നിങ്ങളെ കണ്ടൊരു സന്തോഷം. അന്ന് എല്ലാവരും കൂടെയൊക്കെ കുടഞ്ഞ്, എന്നാൽ ഇപ്പോൾ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഓരോ ചാനലുള്ളവരൊക്കെ എത്രയോ വർഷമായിട്ട് 50 വർഷമായിട്ട് സിനിമ നിൽക്കുന്ന ആളല്ലേ, എല്ലാവരും സുഹൃത്തുക്കളാണ്. പക്ഷേ ഒരു വാർത്ത വരുമ്പം അവർ നോക്കത്തില്ല ഇന്നാരാണ് ഫ്രണ്ടാണെന്നോ, അല്ലാതെ അവരങ്ങ് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ അവർ സുഹൃത്ത് ബന്ധവും ബിസിനസ് ബന്ധവും ഒക്കെ വെച്ചിട്ട് ആരെയും വാർത്ത കൊടുക്കാൻ പറ്റില്ല, അതാണ്. പക്ഷേ ഇതേമാതിരി അന്ന് ഉച്ചയ്ക്ക് ശേഷം CCTV കിട്ടിയപ്പം ഈ പറഞ്ഞവരെല്ലാവരും തന്നെ ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ അതും കാണിക്കാൻ ഒരു മനസ്സുണ്ടായി അവർക്ക്. എന്തായാലും വലിയ സന്തോഷം എല്ലാവർക്കും. അങ്ങനെ അവസാനിക്കില്ലല്ലോ, കേസ് വേണം, അതിനൊരു പണിഷ്മെൻറ്റ് വരും. 2500 എന്തോ ഒരു ഫൈൻ അടയ്ക്കേണ്ടി വരും. അതെപ്പോഴും ഉണ്ടാവും, അത് വരും. അത് പക്ഷേ മാസങ്ങളെടുക്കും. കേസ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇൻഷുറൻസ് ഒന്നും കിട്ടത്തില്ലല്ലോ. അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കും. എന്തായാലും ആ കുട്ടികൾക്കും വലുതായിട്ടൊന്നും പറ്റിയില്ല, ഒരു കാലിനൊരു ചെറിയ ഫ്രാക്ചറുള്ളൂ, അത് തന്നെ ഭാഗ്യം. ഓക്കെ, അപ്പോൾ ഞാൻ പോകാൻ സമയം. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ.